ഹായ് ഫ്രണ്ട്സ്, ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്നൊരു ചാറുകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഇതുപോലെ ഒരു പാത്രമെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി, കുറച്ച് കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക, പിന്നെ കുറച്ച് സവോള അതുകൂടി ചേർത്ത് കൊടുക്കുക. പകുതി സവോള എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണത്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് നമ്മൾ കറിയെല്ലാം വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊരു കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. എങ്ങനെ വേണേലും വേവിച്ചെടുക്കാം കേട്ടോ, ഡയറക്റ്റും വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ വെജിറ്റബിളും പരിപ്പും എല്ലാം നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയും ഉപ്പുമാണ്. വാളംപുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വാളംപുളി പിഴിഞ്ഞെടുത്ത വാളംപുളിയും പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. കുറച്ചധികം ചെറിയ ഉള്ളി തന്നെ ഇതിന് ആവശ്യമാണ്. ഇതാ നമ്മുടെ കറി നന്നായി തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളി നന്നായി ബ്രൗൺ കളറാവാൻ ശ്രദ്ധിക്കണം. ഈ ഉള്ളിയാണ് ഈ കറിയുടെ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ചെറിയ ഉള്ളി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതാ കണ്ടോ, നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് ചേർത്തിട്ട് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. നമ്മുടെ സൂപ്പർ പുളിങ്കറി റെഡി.